ഹല്ലേലൂയ. വാ തുറന്ന് പറയ് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ഈ ബോട്ടിൽ വെള്ളമൊക്കെ കൊണ്ടുവന്നു. ഇതെന്തിനാ കൊണ്ടുവന്നത്? എനിക്കിവിടെ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടു തന്നിട്ടുണ്ട്. എന്തിനാ ഈ വെള്ളം? ഞാൻ ചിന്തിക്കുകയാണ്, ഈ വെള്ളത്തിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ഈ വെള്ളത്തിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. ഈ വെള്ളം നമുക്ക് കുടിച്ചാൽ ദാഹം തീരും, അല്ലേ? വെള്ളത്തിൽ കുളിച്ചാൽ ക്ഷീണം മാറും. കുടിച്ചാൽ ദാഹം മാറും, കുളിച്ചാൽ ക്ഷീണം മാറും. അതാണിത്, അല്ലേ? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മനോഹരമായ ഒരു ജലം. ഞാൻ അതിനെക്കുറിച്ചല്ല പറയാമെന്ന്. ഈ ബോട്ടിലിന് എത്രയാ വില? ഫാക്ടറിയിൽ നിന്ന് മേടിച്ച എത്രയാ വില? എന്നാ മോനെ? 12, 13, അല്ലേ? ആ ഫാക്ടറിയിൽ നിന്ന്, ശ്രദ്ധിച്ച് കേൾക്കുക, ആ ഫാക്ടറിയിൽ നിന്നും ഈ വെള്ളം ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ ഇതിന്റെ വില മാറി. എത്രയായി? 20. ശ്രദ്ധിച്ച് കേൾക്കുക, 20. ഇതേ സാധനം ഞാൻ ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ കയറിയാൽ ഈ ബോട്ടലിന്റെ വില എത്രയായി? 50. എത്രയാ? 50. ഇതേ ബോട്ടിൽ ഞാൻ നേരെ ഒരു എയർപോർട്ടിലേക്ക് പോയി, ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയി, ഈ ബോട്ടിൽ വെള്ളം മേടിച്ചാൽ എത്ര കൊടുക്കണം? എത്രയാ മോനെ? 100 രൂപ കൊടുക്കണം. എത്രയാ? ആദ്യം ഫാക്ടറിയിൽ എത്രയായിരുന്നു? ഒരു കടയിൽ വന്നപ്പോൾ എത്രയായി? പിന്നെ ഞാനൊരു 3 സ്റ്റാർ ഹോട്ടലെത്തിയപ്പോൾ എത്രയായി? എന്നാൽ അത് ഞാൻ എയർപോർട്ടിലെത്തിയപ്പോൾ എത്രയായി? ബോട്ടിലും മാറിയിട്ടില്ല, വെള്ളവും മാറിയിട്ടില്ല. പക്ഷെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഈ വിലയെ നിശ്ചയിച്ചത് ആരാണ് ഈ വിലയെ നിശ്ചയിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബോട്ടിൽ ഫാക്ടറിയിൽ നിന്ന് മേടിച്ചപ്പോൾ 12 അല്ലെങ്കിൽ 13, അല്ലേ? ഞാനൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചപ്പോൾ 15 അല്ലെങ്കിൽ 20. ഞാനൊരു ഹോട്ടൽ, 3 സ്റ്റാർ ഹോട്ടലിൽ പോയപ്പോൾ ഇതിന് 50 എയർപോർട്ടിൽ നിന്ന് മേടിച്ചപ്പോൾ 100. ഈ ബോട്ടിൽ മാറിയിട്ടില്ല, ഈ ബോട്ടിലുള്ള വെള്ളവും മാറിയിട്ടില്ല. അത് അതുപോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇതിന്റെ വില മാറിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ വെള്ളത്തിന്റെ, ഈ ബോട്ടിലിന്റെയും ഈ വെള്ളത്തിന്റെയും വില മാറ്റിയതാരാ? പറയുന്നവർക്ക് ഒരു നാരങ്ങ മിഠായി ഉണ്ട്. എൻവയർമെന്റ് ആണ്. എന്താണ് ഈ? സിമ്പിളാ. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ വില നിശ്ചയിച്ചത് അതിന്റെ സ്ഥലങ്ങളാണ്. ആ ബോട്ടിലിന്റെ വില നിശ്ചയിച്ചത് ആരാ? സ്ഥലമാണ്. ആ ബോട്ടിൽ ഇരിക്കുന്ന സ്ഥലമാണ് അതിന്റെ വിലയെ നിശ്ചയിച്ചത്. വലതുകരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഈ വെള്ളം ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയപ്പോൾ അവർ നിശ്ചയിച്ച ഒരു വിലയുണ്ടായിരുന്നു. അതൊരു കടയിലെത്തിയപ്പോൾ അവർ നിശ്ചയിച്ച ഒരു വിലയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു 5 സ്റ്റാർ ഹോട്ടലെത്തിയപ്പോൾ അവിടെ ഒരു വിലയുണ്ടാക്കി. എയർപോർട്ടിലെത്തിയപ്പോൾ അവരൊരു വിലയിട്ടു. പക്ഷേ പ്രോഡക്റ്റിന് മാറ്റമില്ല, സ്ഥലങ്ങൾക്ക് മാറ്റം വന്നപ്പോൾ, ആ സ്ഥലത്തിന്റെ പരിധിക്കനുസരിച്ച് മാറ്റം വന്നപ്പോൾ ആ പ്രോഡക്റ്റിന് വില കൂടി. ഹല്ലേലൂയ. പ്രോഡക്റ്റിന്റെ വില നിശ്ചയിക്കുന്നത് സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. നീ നിൽക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെയാണ് നിന്റെ വില നിശ്ചയിക്കുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. നീ എവിടെ നിൽക്കുന്നു അതാണ് നിന്റെ വില. അതായത് കർത്താവ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ മനോഹരമായ ഒരു വിത്തിന്റെ ഉപമ പറയുന്നുണ്ട്. വിത്തിന്റെ ഉപമയില് വിതക്കാരൻ വിതയ്ക്കാൻ കടന്നുപോയി, വഴിയരികിൽ വീണു, പക്ഷികൾ വന്ന് അത് തിന്നു. മണ്ണധികമില്ലാത്ത പാറമേൽ വീണു, ചിലത് മുൾച്ചെടികളിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. വീണ വിത്തുകൾക്കെല്ലാം ക്വാളിറ്റി ഒന്നാണ്. ഹല്ലേലൂയ. വീണ സ്ഥലങ്ങളാണ് വ്യത്യാസമായത്. ആ വിത്തിന് ക്വാളിറ്റി ഒന്നേ ഉള്ളൂ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. അല്ലെ, മണലില് എന്ന പാറപ്പുറത്ത് വീണ വിത്തിന് ക്വാളിറ്റി കുറഞ്ഞതും മുൾച്ചെടിയിൽ വീണ വിത്തിന് ക്വാളിറ്റി കുറഞ്ഞതും അല്ല. വിത്തുകൾക്കെല്ലാം ഒരേ ക്വാളിറ്റിയാ. പക്ഷെ വീണ സ്ഥലമാണ്
മാറിപ്പോയത്. ആ വീണ സ്ഥലമാണ് എൻ്റെ വിലയെ ഇപ്പോൾ നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തിരിക്കുന്നവരൊക്കെ ശേഖരൻ കൊടുത്തോണ്ട് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നും നിന്റെ വില മാറണം. നീ നിൽക്കുന്ന ചില കെട്ടുകളിൽ നിന്നും നീ മാറണം. ചില സ്ഥലങ്ങളിൽ നിന്നും നീ മാറണം. ചില സാഹചര്യങ്ങളിൽ നിന്നും നീ മാറണം. നീ നിൽക്കുന്ന നിന്റെ ബന്ധങ്ങളിൽ നിന്നും നീ മാറുമ്പോൾ നിന്റെ വില കൂടുന്നത് നിനക്ക് കാണാൻ സാധിക്കും. വലത് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം ഉയർത്തി പറയേ ഹല്ലേലൂയാ. നിന്റെ വില കൂടണമെങ്കിൽ നീ ആയിരിക്കുന്ന നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നീ നിൽക്കുന്ന അവസ്ഥകളാണ് നിന്റെ വിലയെ നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നത്. നീ മദ്യപാനികളുടെ കൂട്ടത്തിലാണെങ്കിൽ നിന്റെ വില കുറയും. നീ വ്യഭിചാരികളുടെ കൂട്ടത്തിലാണെങ്കിൽ നിന്റെ വില കുറയും. നീ നിന്റെ ജീവിതത്തിൽ പാപ സാഹചര്യങ്ങളിലാണ് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വില നിശ്ചയിക്കുന്നത് നീ നിൽക്കുന്ന സ്ഥലമാ. കർത്താവ് പറയുന്നു നിന്റെ വില ഞാൻ കൂട്ടാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറയ ഹല്ലേലൂയാ. നിസ്സാരമായ ഒരു ബോട്ടിലിന്റെ വില നിശ്ചയിക്കാൻ ആ സ്ഥലങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ഈ ബോട്ടിലിന്റെ വിലയ്ക്ക് എന്താ പറയുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങൾക്കും ഈ ബോട്ടിലിന്റെ വില നിശ്ചയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനേക്കാളും വിലയുള്ള, അതിനേക്കാളും മഹത്വമുള്ള, അതിനേക്കാളും ദൈവത്തിന്റെ ആലയമായ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളായ നിങ്ങളുടെ വില എത്രമാത്രം ഉയരണം. ഹല്ലേലൂയ. ഉയരണ്ടേ. നിങ്ങളുടെ വില നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടേ. ഇത് നിങ്ങളുടെ വില നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ വില നിങ്ങൾ തിരിച്ചറിയണം. നിസ്സാരരല്ല നിങ്ങൾ. ക്രിസ്തുവിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാ. ഈ ലോകത്തിൽ വെച്ചും ഏറ്റവും വില മതിക്കുന്ന പരിശുദ്ധ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാ നിങ്ങൾ. അതുകൊണ്ട് ഇന്ന് ദൈവം പറയുന്നത് നിന്റെ വില നിനക്ക് കൂട്ടാനുള്ള ഒരു അവസരമാണ് ഇന്ന് കർത്താവ് തരുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് 2 പേര് ഞാൻ ചോദിക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് പോയി ഞാൻ ഇൻട്രൊഡക്ഷനാണ് ഈ സാധനം പറഞ്ഞത്. നിന്റെ വിലയെ കർത്താവ് കൂട്ടാൻ പോവുക. അപ്പൊ വില കൂട്ടണമെങ്കിൽ അത് നീ ആരാണെന്നറിയണം. 2 ചോദ്യം. നീ ആരാണ്? നിന്റെ പേരെന്താണ്? ഒന്നുകൂടെ, നീ ആരാണ്? നിന്റെ പേരെന്താണ്? ഒരു വ്യക്തിയോട് 2 പേര് ചോദിച്ച 2 ചോദ്യം. ഈ ചോദ്യത്തിൽ നിന്നും ഞാൻ ആരാണെന്നും എൻ്റെ പേരെന്താണെന്നും മനസ്സിലാക്കുമ്പോൾ എൻ്റെ വില തനിയെ കൂടും. അടുത്തിരിക്കുന്നവർക്ക് ശേഖരൻ കൊടുത്തോണ്ട് പറയുക ഹല്ലേലൂയാ. 2 വ്യക്തികളോടല്ല, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു വ്യക്തിയോട് 2 പേര് ചോദിക്കുന്നു. ഒന്ന് അവന്റെ അപ്പൻ ചോദിക്കുന്നു, 2 പിതാവായ അപ്പൻ ചോദിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 18-ാമത്തെ വാക്യത്തില് എന്താ പിതാവ് അവനോട് ചോദിക്കുന്നു, നീ ആരാണ്? അടുത്ത ഉൽപ്പത്തി പുസ്തകത്തില് 32-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നു, നിന്റെ പേര് എന്താണ്? ഇതാണ് ഇന്ന് എൻ്റെ വിലയെ കൂട്ടാൻ കർത്താവ് തരുന്ന മനോഹരമായ 2 ചോദ്യങ്ങൾ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? നിങ്ങൾ ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരണം. നിങ്ങൾ ആരാണ്? ഒരപ്പൻ ഉള്ളത് കൊണ്ട്, ഒരു മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ മക്കൾ എന്നറിയപ്പെടുന്നു. നിങ്ങൾ ഒരു ട്രെയിൻ യാത്രയിൽ കടന്നു പോകുന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഒരു യാത്രക്കാരനാണെന്ന് അറിയപ്പെടുന്നു. നിങ്ങളൊരു ജോലിയിൽ നിങ്ങൾ സംബന്ധിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജോലിയിൽ ഏർപ്പെടുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ സാഹചര്യങ്ങളാണ് നിങ്ങളെ ഓരോരുത്തരെയും ഓരോരോ മേഖലകളിൽ, ഓരോരോ പേരുകളിൽ, ഓരോരോ അവസ്ഥകളിൽ കൊണ്ടുവരുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം ഉയർത്തി പറയേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥകളെ മാറ്റി. ഞാൻ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഞാൻ യാത്രക്കാരനായി. എന്നാൽ യഥാർത്ഥമായി ഒരു ഐഡന്റിറ്റി നമുക്കുണ്ട്. ഈ ഐഡന്റിറ്റിയാണ് ഇന്ന് നമ്മുടെ വിലയെ തീരുമാനിക്കുന്നത്. ഈ ഐഡന്റിറ്റിയാണ് ഇന്ന് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് കടന്നു പോകുന്നത്.
ക്രിസ്തുവാകുന്നവൻ ഇന്ന് നിന്നെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് നിന്നിലേക്ക് കടന്നു വന്ന് അവന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് പേര് നൽകി പുത്തൻ അനുഗ്രഹത്തിലേക്ക് നിന്നെ വഴി നടത്തിക്കൊണ്ട് നിന്നെ കൃപയിൽ നടത്തുമ്പോൾ ആ ഐഡന്റിറ്റിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിന്റെ വിലയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിന്റെ ചിന്തകളിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ അറിയുന്നില്ല നീ ഇന്ന് വിലയില്ലാത്തവനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ചോദിച്ച ചോദ്യം 2. എന്തായിരുന്നു ഒന്നാമത്തത്? കേട്ടില്ല. നീ ആരാണ്? രണ്ടാമത്തെ, നിന്റെ പേരെന്താണ്? സന്ദർഭം 1. യാക്കോബിനോട് ചോദിക്കുന്നു, നീ ആരാണ്? ആരോട് ചോദിച്ചു? യാക്കോബിന്റെ അപ്പൻ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തമായി പറഞ്ഞേ ഹല്ലേലൂയ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മനോഹരമായ ഉത്തരമുണ്ടാകണം. മോശ തന്റെ പിതാവിനോട് ചോദിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മോശ ചോദിക്കുമ്പോൾ കറക്റ്റ് ഉത്തരം ദൈവം കൊടുക്കുന്നു. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് പോകുന്നു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുന്ന് പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? 14-ാമത്തെ വാക്യം, ദൈവം മോശയോട് അരുൾ ചെയ്തു, ഞാൻ തന്നെ എന്ന് ഇസ്രായേൽ മക്കളോട് പറയുക, ഞാനാകുന്നവൻ എന്ന് നിങ്ങളെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുക. ഉത്തരമുണ്ട്. ആര്? എന്ത് പേര്? ഞാൻ. ഹല്ലേലൂയ. ഉത്തരമുണ്ട്. അടുത്ത് ചോദിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ തന്നെ എന്ന് ഉത്തരമുണ്ട്. സ്നാപയോഹന്നാന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ സ്നാപയോഹന്നാന്റെ മുമ്പിൽ ഉത്തരമുണ്ട്. നീ ആര്? ഞാൻ വഴിയൊരുക്കാൻ വന്നവൻ. ഉത്തരമുണ്ട്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കർത്താവിനോട് ചോദിച്ചു, നീ ആരാണ്? അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലും 22-ാം അധ്യായം 8-ാം വാക്യത്തിലും 26-ാം അധ്യായം 15-ാം വാക്യത്തിലും പറയുന്നു, അവൻ ചോദിച്ചു, കർത്താവേ അങ്ങാരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ്. ഉത്തരമുണ്ട്. ഈ ഉത്തരം നമുക്കുണ്ടാവണം. അതാണ് ഇന്നത്തെ ചോദ്യം. നീ ആരാണ്? അതിൽ ഒന്നാമത്തെ സന്ദർഭം തൻ്റെ സഹോദരൻ്റെ കടിഞ്ഞുൽപ്പത്തിൻ്റെ അവകാശം മേടിക്കുവാനായി കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന അവസ്ഥ. ഏസാവിനെ പോലെ, തൻ്റെ ജ്യേഷ്ഠനെ പോലെ വേച്ചപ്രച്ഛന്നം നടത്തിക്കൊണ്ട് അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവന് അനുഗ്രഹം മേടിക്കുന്ന ഒരു മകൻ. അവിടെ അപ്പൻ ചോദിക്കുക, നീ ആര്? ഹല്ലേലൂയ. അപ്പൻ അവൻ എന്തു പറഞ്ഞു? ഞാൻ ഏസാവ. മാറുകയാണ്. അവിടെ പേര് മാറി. അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹം മേടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കടന്നുപോയ ഇസഹാക്ക് ചോദിച്ച ചോദ്യം, നീ ആരാണ്? ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നീ ആരാണ് മകനെ എന്നവൻ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞു. എന്താ മറുപടി? ഞാൻ ഏസാവ്. ചോദ്യം 1, നീ ആര്? രണ്ടാമത്തെ ചോദ്യം, നിന്റെ പേര് എന്ത്? അടുത്തിരിക്കുന്നവർക്ക് ഷേക്കൻ എടുത്തോണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്കൊന്ന് നോക്കിയിട്ട് പറയേ, കൈ കെട്ടിക്കണം. അടുത്തിരിക്കുന്നവർക്ക് ഷേക്കൻ എടുത്ത് പറയേ ഹല്ലേലൂയ. അടുത്ത് ചോദിക്കുന്ന ചോദ്യം, നിന്റെ പേര്? ഇതാരോട് ചോദിച്ചു? സഹോദരനെ പറ്റിച്ച് നാട് വിടുക. ആര്? ഇസഹാക്കിന്റെ മകൻ. ഇസഹാക്കിന്റെ മകനെ ആരാ? അന്ത്രയോസ. പിന്നെ എൻ്റെ മക്കളെ, നിങ്ങൾ സൺഡേ ക്ലാസ്സിലൊന്നും പോയിട്ടില്ലേ? ആരാ? പറയേ. പോരട്ടെ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. പോരട്ടെ, കുറെ പേര് വരട്ടെ. ഏതെങ്കിലും ഒരു പേരിൽ നമ്മൾ ഉറപ്പിക്കാം. ഇസഹാക്കിന്റെ മകന്റെ പേരെന്താ? മക്കളുടെ പേരെന്താ? യാക്കോബ്, ഏസാവ്. വെരി ഗുഡ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ മനഃപൂർവ്വം പറയാതിരിക്കുന്ന. ഈ യാക്കോബ് തൻ്റെ സഹോദരനെ പറ്റിച്ചുകൊണ്ട്
ആ അവകാശം മേടിച്ചുകൊണ്ട് അമ്മ, ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമ്മൾ വേറെ ക്ലാസ്സുകളുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്കാണ് നിൽക്കുന്നത്. അവിടെ നിന്നും അവൻ ഓടി ഒളിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അവൻ തിരിച്ചു വരികയാണ് തൻ്റെ കുടുംബത്തിലേക്ക്. തൻ്റെ 2 ഭാര്യമാരും മക്കളും അവൻ്റെ സമ്പത്തുമായി കടന്നു വന്നിട്ട് ഒരു കടവിൻ്റെ അടുക്കൽ നിന്നു. അവൻ അപ്പുറത്ത് പോകാൻ ഒരു പേടി. അപ്പുറത്ത് പോയാൽ ആര് തല്ലും? അണ്ണൻ തല്ലും. ഹല്ലേലൂയ. ആര് തല്ലും? ചേട്ടൻ തല്ലും. അപ്പോൾ ആ തല്ല് പേടിച്ച് കടവിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ. തൻ്റെ 2 ഭാര്യമാരെയും മക്കളെയും സമ്പത്തിനെ വിട്ടിട്ട് ഇവൻ ഇവിടെ നിന്നു. ഇനി ഇവൻ ആര് വേണം സഹായത്തിന്? ആര് വേണം? ദൈവം വേണം. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഇവന് ആ കടവ് കടക്കാൻ പറ്റില്ല. അവിടെയാണ് ഇവൻ മൽപിടുത്തം നടത്തുന്നത്. എന്താ പറയുന്നത്? രാത്രി, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22-ാമത്തെ വാക്യം. അന്ന് രാത്രി തന്നെ യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും 2 പരിചാരകരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാക്കോബ് എന്ന കടവ് കടന്നു. അവരെ അവൻ പുഴക്കര അപ്പുറയ്ക്ക് വിട്ടിട്ട് ഇവൻ ഇപ്പുറം നിന്നുകൊണ്ട് കർത്താവിൻ്റെ ദൂതനുമായി മൽപിടുത്തം നടത്തുക. മൽപിടുത്തം നടത്തിയിട്ട് എന്താ ചെയ്യുന്നേ? എന്നെ നീ അനുഗ്രഹിച്ചിട്ടില്ലാതെ വാതുറന്ന് പറയും, ഞാൻ നിന്നെ വിടില്ല. ഈ മൽപിടുത്തം നടക്കുക. രാത്രിയായി, നേരം വെളുക്കാറായി. മൽപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ്, ദൂതൻ, ദൈവം അവനോട് ചോദിക്കുന്നത്, നിന്റെ 2ാമത്തെ ചോദ്യം എന്നാ? നിന്റെ പേരെന്താ? ഹല്ലേലൂയ. മോളുടെ പേരെന്താ? ആൽഫിൻ. ഒരു ചോദ്യം ചോദിക്കപ്പെട്ടെന്ന. മോന്റെ പേരെന്നാ? ജെറാൾഡ്. സിമ്പിൾ അല്ലേ? പേര് പറയാൻ നമുക്ക് എളുപ്പമാണ്. പേര് പറയാൻ സിമ്പിളാ. ഇവിടെ യാക്കോബിനോട് പേര് ചോദിച്ചപ്പോൾ യാക്കോബ് ചിന്തിച്ചു. ഈ ചോദ്യമാണ് ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്. നീ നിന്റെ പേരിന് യോജിച്ച വിധത്തിലാണോ ഇന്ന് നീ ഇവിടെ ജീവിക്കുന്നത്? ജെറാൾഡേ, നീ പേര് പറയുമ്പോൾ ജെറാൾഡേ എന്ന് നീ പേര് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് മാമോദീസയിലൂടെ കർത്താവ് നിന്റെ നെറ്റിത്തടത്തിൽ ജലം നൽകി അഭിഷേകം ചെയ്ത് പുതിയൊരു പേര് നൽകി നിന്നെ ജെറാൾഡ് എന്ന് നാമകരണം ചെയ്തപ്പോൾ ഈ ജെറാൾഡിന് യോജിച്ച, ഉദാഹരണമാണ്, ജെറാൾഡിന് യോജിച്ച വിധത്തിലാണോ ജീവിക്കുന്നത്? മാതാപിതാക്കളുടെ മുമ്പിൽ ജെറാൾഡിന്റെ പേരിന് മഹത്വം കൊടുക്കുന്ന ഏതെങ്കിലും ജീവിതം നീ നയിക്കുന്നുണ്ടോ? സഭയിൽ നീ ജീവിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പൊന്നുമക്കളെ, സഭയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ, കുടുംബത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ, നിന്റെ സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ പേരിന് യോജിച്ച വിധത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? പേര് ചോദിക്കുമ്പോൾ എളുപ്പമാ, പേര് പറയാൻ എളുപ്പമാ. എൻ്റെ പേര് ഇന്നതാ. പക്ഷെ പേര് പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊന്ന് ഇറങ്ങണം. ഈ പേരിന് യോജിച്ച ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തമായി പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ, നീ ആര് എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ പേരും നീ ആര്, ഞാൻ ഇന്ന കുടുംബത്തിലെ മകനാണ്, എൻ്റെ പേര് ഇതാണെന്ന് നിനക്ക് പറയാൻ എളുപ്പമാ. പക്ഷേ ഈ പേരിന് യോജിച്ച വിധത്തിലാണോ നീ ജീവിക്കുന്നത്? നിന്റെ പേരിന് യോജിച്ച വിധത്തിലാണോ നീ ഇന്ന് നിന്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണ് കർത്താവ് ചോദിക്കുന്നത്. കാരണം ഈ ചോദ്യം എനിക്ക് ഉത്തരം കൊടുത്താലേ എൻ്റെ വില മാറുകയുള്ളൂ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കും, ഒന്ന് പറയും, വേറൊന്ന് പ്രവർത്തിക്കും. ഇതാണ് നമ്മൾ ഓരോരുത്തരും. ഒന്ന് ചിന്തിക്കും, ഒന്ന് പറയും, വേറൊന്ന് പ്രവർത്തിക്കും. നമ്മുടെ ക്യാരക്ടർ വ്യത്യാസമാ. What is a character? The character is what are you in darkness? ഇരുളിൽ ഞാൻ എന്താണോ അതാണ് ഞാൻ. വെളിച്ചത്ത് കാണുന്നതല്ല എൻ്റെ ക്യാരക്ടർ. എന്താ ക്യാരക്ടർ? What is the character? The character is what are you in darkness? ഇരുളിൽ നീ എന്താണോ അതാണ് നീ. വെളിച്ചത്ത് കാണുന്നതല്ല നീ. വെളിച്ചത്തിൽ നീ പല പേരുകളിലും നീ മനോഹരമായി നിന്റെ പേരുകൾ പറയും. പക്ഷേ ഇരുട്ടത്ത് നിന്റെ പേരിന് വ്യത്യാസങ്ങളുണ്ട്. ഇരുട്ടത്ത് നിന്റെ കുടുംബത്തിൽ വ്യത്യാസമുണ്ട് നിന്റെ പേരിന്. ഇരുട്ടത്ത് നിന്റെ സഭയ്ക്ക് അനുയോജ്യമായ പേരിലല്ല നീ ജീവിക്കുന്നേ. വെളിച്ചത്ത് നിന്റെ പേര് ജെറാൾഡാണ്, അല്ലെങ്കിൽ നോയലാണ്, അല്ലെങ്കിൽ പല പല പേരുകളിൽ നിന്നെ അറിയപ്പെടും. ജിനു ആണ് എന്ന പേരുകളിൽ അറിയപ്പെടും. എന്നാൽ ക്രിസ്തു ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം, നീ ആരാണ്, നിന്റെ പേരെന്താണ്? അപ്പൻ മകനോട് ചോദിച്ചു നീ ആരാണ്. പിതാവായ ദൈവം അവനോട് ചോദിച്ചു നിന്റെ പേര് എന്ത്?
ഇന്ന് ദൈവം ചോദിക്കുന്ന മകൻ, നിന്റെ പേരെന്താ മകനെ? നിന്റെ ജീവിതത്തിൽ നിന്റെ പേരിന് യോജിച്ച അപ്പനും അമ്മയും, നിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും കൂടെ ചേർത്ത് ദേവാലയത്തിൽ നിന്നെ കാഴ്ചവെച്ചപ്പോൾ നിനക്ക് മനോഹരമായ ഒരു പേര് നൽകി. കർത്താവ് ബ്ലസ് ചെയ്ത പേരാ, അല്ലാതെ നാട്ടുകാരോ വീട്ടുകാരോ ഇട്ട നാമമല്ല നിന്റെ. സ്വർഗീയ നാഥൻ, സ്വർഗീയ ശക്തനായ ദൈവം, ഉന്നതനായ ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം നിനക്ക് നൽകിയ പേരാ നീ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. ഈ പേരിനെയാണ് നീ ഇന്ന് മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട്, നോട്ടം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വികാരം കൊണ്ട്, വിചാരം കൊണ്ട് നിന്റെ പേരിനെ കളങ്കപ്പെടുത്തുമ്പോൾ ദൈവം ചോദിക്കുമ്പോൾ നീ ഉത്തരം കൊടുക്കണം. നിന്റെ പേരെന്താണ്? സിമ്പിളായി പറയാം, എന്റെ പേര് ജിനുവാ. സിമ്പിളാ. ആര് കേൾക്കാൻ, ആരറിയാൻ? ഇരുള ഞാൻ ഒറ്റയ്ക്ക്, ആരും കാണുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ. ദൈവത്തെ മറന്നുകൊണ്ടുള്ള ദുശ്ചിന്തകളിലൂടെ എൻ്റെ പേരിനെ നശിപ്പിക്കുന്ന അവസ്ഥ, അന്ധകാര ശക്തികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നു, നിന്റെ പേരിനെ കളങ്കപ്പെടുത്തുന്ന ചില ജീവിത രീതികൾ നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്തിരിക്കുന്നവർക്ക് ഷേക്കൻഡ് എടുത്തോണ്ട് പറഞ്ഞേ, മക്കളെ ഹല്ലേലൂയ. പേരിന് കളങ്കപ്പെടുമ്പോഴുണ്ടല്ലോ, നീ ചോദിച്ചാൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടും. നിനക്കൊരു നല്ലൊരു ജോലി വേണം. നിന്റെ പേരിന് യോജിച്ച വിധം നീ ജീവിച്ചില്ലെങ്കിൽ നിന്റെ അനുഗ്രഹം നിന്റെ കൈകളിൽ കർത്താവ് തരുമോ? ഇല്ല. നീ എത്ര മുട്ടിന്മേലിരുന്നാലും, എത്ര നേർച്ച കാഴ്ചകൾ ചെയ്താലും, നിന്റെ പേരിന് യോജിച്ച വിധം നീ ജീവിച്ചാൽ കർത്താവ് ചോദിക്കുമ്പോ, അപ്പാ എന്റെ പേര് ഇതാണ് എന്ന് ചങ്കിൽ തട്ടി നീ പറയാൻ തയ്യാറാകുമ്പോഴാ സ്വർഗം നിനക്കൊരു പുതിയ പേര് നൽകുന്നത്. അതാണ് യാക്കോബിന് കൊടുത്തത്. ഇന്നു മുതൽ നിന്നെ ഞാൻ യാക്കോബെ എന്നല്ല വിളിക്കുന്നത്, പിന്നെയോ ഇസ്രായേലേ എന്ന് ഞാൻ നിനക്ക് നാമകരണം ചെയ്യുന്നു. പുതിയ പേര് നൽകുന്ന ഒരു ദൈവം നിന്റെ മുമ്പിലുണ്ടെന്നേ. നിന്റെ പേരിന് യോജിച്ച വിധത്തിൽ നീ ജീവിക്കാൻ തയ്യാറായ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം വ്യക്തമായി പറയുന്നുണ്ട്, 7-ാം അധ്യായം 21 മുതൽ 23 വാക്യങ്ങൾ. എന്തെന്നാൽ എന്റെ പേരിനെ നഷ്ടപ്പെടുത്തുവാൻ കാരണമാകുന്ന ചില മേഖലകൾ ഇന്നും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പേരിനെ നശിപ്പിക്കുന്ന, നീ നിൽക്കുന്ന സ്ഥലത്തെ നിന്റെ വിലയെ നഷ്ടപ്പെടുത്തുന്ന, നിന്റെ അമൂല്യമായ വിലയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നീ ഇന്ന് ദൈവത്തിന്റെ മകനാണെന്നും ദൈവത്തിന്റെ മകളാണെന്നും കർത്താവായ ദൈവം മാമോദീസയിലൂടെ നിനക്കൊരു പേര് നൽകിക്കൊണ്ട് നിന്നെ മനോഹരമാക്കിയപ്പോൾ ആ പേരിനെ നഷ്ടപ്പെടുത്തുവാൻ കാരണമായ ചില മേഖലകൾ മാർക്കോസ് വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം കടന്നു വരുന്നത്. ഏതൊക്കെയാ? ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, മോഹാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത. ഇവയെല്ലാം എന്നിൽ നിറഞ്ഞപ്പോ എന്റെ പേരിന് വിലയില്ലാതായി. ഹല്ലേലൂയ. സ്വരമുയർത്തി സന്തോഷത്തോടെ കൈ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. ടാറ്റ പറഞ്ഞ് വിടാനല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനമില്ലേ, വിലയുണ്ട്. നിർമ്മിച്ചവൻ അതിനൊരു വില കൊടുത്തു, പക്ഷെ സ്ഥലങ്ങൾ അതിൻ്റെ വില നഷ്ടപ്പെടുത്തി. ഇന്ന് നിങ്ങളുടെ വില നഷ്ടപ്പെടുത്തിയ നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഫാക്ടറിക്കാരൻ 12 രൂപയ്ക്കാണെങ്കിൽ കടക്കാരൻ 15ആയി. അത് ഹോട്ടലിലെത്തിയപ്പോൾ 20ആയി. അത് 5 സ്റ്റാർ ഹോട്ടലിലെത്തിയപ്പോൾ 50ആയി. അത് എയർപോർട്ടിലെത്തിയപ്പോൾ 100ആയി. വില മാറി. ബോട്ടിൽ മാറിയില്ല, വെള്ളം മാറിയില്ല, സ്ഥലം മാറി. നീ ഒന്ന് സ്ഥലം മാറി നോക്കിയേ. കർത്താവ് പറഞ്ഞു, നീ നിന്റെ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചു നോക്കിയേ, നിന്റെ വില മാറും. അതാ കർത്താവ് യാക്കോബിനോട് ചോദിച്ചതും അത് തന്നെയാ. അവൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും അവന്റെ പേര് ചോദിച്ചപ്പോ അപ്പൻ ചോദിച്ചു, നീ ആര്? പിതാവ് ചോദിച്ചു, നിന്റെ പേരെന്ത്? അവൻ ഹൃദയത്തിലേക്ക് പേര് എന്ത് എന്ന് ചോദിക്കുമ്പോ എൻ്റെ ഉള്ളിൽ വരണം, എൻ്റെ അപ്പന്റെ മുമ്പിൽ ഞാൻ ആരാ? ചോദ്യം. എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ ഞാൻ ആരാ? ഇതാണ് ചോദ്യം. പേര് ചോദിക്കുമ്പോ ഇത് ഉള്ളിൽ വരണം. നിന്റെ ഇടവകയിൽ നീ ആരാ? നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് ജന്മം നൽകിയ നിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ നീ ആരാ? നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ നിനക്ക് എന്ത് പേരാ നൽകണേ?
നീ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അവിടെ എന്തു പേരാ നിനക്ക് കിട്ടണേ? നീ ഇഷ്ടപ്പെടുന്ന നിന്റെ ഒരു കാമുകനോ കാമുകിയുടെ മുമ്പിൽ എന്തു പേരാ നിനക്ക് കിട്ടുന്നേ? ഇവിടെ കർത്താവ് മാർക്കോസിന്റെ സുവിശേഷത്തിലൂടെ മനോഹരമായി പറയുന്നില്ലേ, നിന്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം പുറപ്പെടുന്നത്. ഇത് പുറപ്പെടുമ്പോൾ നിന്റെ വില നഷ്ടപ്പെടുന്നു. ദുശ്ചിന്ത. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം പറയുന്നു, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുട്ടുപോകുന്നു. നിന്റെ വില നഷ്ടപ്പെടുത്താൻ കാരണം നിന്റെ കണ്ണുകളിലൂടെ കടന്നു വന്ന ഏതെങ്കിലും കാമാസക്തിയിലൂടെ നോക്കിയത്, കണ്ടത്, കേട്ടത്, അറിഞ്ഞത്, അത് നിന്റെ വിലയെ നഷ്ടപ്പെടുത്തിയെങ്കിൽ അത് നീ മാറ്റാൻ തയ്യാറായാൽ നിന്റെ വില കൂടും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ആസക്തിയോടെ സ്ത്രീയെ നോക്കുകയോ ആസക്തിയോടെ പുരുഷനെ നോക്കുകയോ ആസക്തിയോടുകൂടെ ഏതെങ്കിലും വസ്തുക്കളെ നീ താലോലിക്കുന്നുണ്ടെങ്കിൽ കണ്ണുകളിലൂടെ കടന്നു വന്ന മേഖലകൾ നീ നിൽക്കുന്ന സ്ഥലത്തെ മലിനപ്പെടുത്തി നിന്റെ വിലയെ നഷ്ടപ്പെടുത്തി നീ ഇന്ന് വില കെട്ടവനാക്കി മാറ്റുന്ന അവസ്ഥ തിരിച്ചറിയാണ് കർത്താവ് പറയുന്നത്. വില കൂടണ്ടേ? വേണോ? കേട്ടില്ല. വില കൂടണോ? എന്നാ മോനെ? കൂടണം. നിനക്ക് ജന്മം നൽകിയത് ഏറ്റവും മനോഹരമായ വിലയില, ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വിലയില കർത്താവ് നിന്നെ സൃഷ്ടിച്ചത്. ആ വിലയാണ് നീ വലിച്ചെറിഞ്ഞത്. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ണുകൾ കൊണ്ട് വ്യക്തികളെ നോക്കുക, കണ്ണുകൾ കൊണ്ട് മോശമായ പുസ്തകങ്ങൾ വായിക്കുക, കണ്ണുകൾ കൊണ്ട് ചില പോസ്റ്ററുകളെ നോക്കുക, കണ്ണുകൾ കൊണ്ട് മോശമായ സിനിമകൾ കാണുക, കണ്ണുകൾ കൊണ്ട് പാപകരമായ അവസ്ഥകളിലൂടെ കൊണ്ടുപോയി പ്രകാശമാകുന്നവൻ പ്രകാശമായി വെളിച്ചമായി അന്ധകാരത്തെ മാറ്റി വെളിച്ചം നൽകിയ ആ വെളിച്ചത്തെ, ആ തിരിയെ നീ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നീ അന്ധകാരത്തിൽ ജീവിച്ച് നിന്റെ വിലയ്ക്ക് യോജിച്ച വിധത്തിലല്ല ഇത് ജീവിക്കുന്നത്. കർത്താവ് സൃഷ്ടിച്ചപ്പോ മനോഹരമായി വിലയുള്ളവനായി നിന്നെ സൃഷ്ടിച്ചപ്പോ ഈ വില ഇന്ന് നീ നഷ്ടപ്പെടുത്തി നിന്റെ കണ്ണുകളിലൂടെ. കർത്താവ് പറയുന്നു, നിന്റെ വില നഷ്ടപ്പെടുത്തുവാൻ നിന്റെ കണ്ണ് കാരണമായി ഏതെങ്കിലും മേഖലകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നിന്റെ മുമ്പിൽ കർത്താവ് ഒരു അവസരം തരിക, വില കൂട്ടാൻ. നീയാകുന്ന മനോഹരമായ ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ പൈതലെ ദൈവം നിന്നെ വിലയ്ക്ക് മേടിച്ചു നിൽക്കുക അവന്റെ തിരുരക്തത്താൽ. ആ വിലയ്ക്ക് തുല്യമായി ഇന്നൊരു വിലയുമില്ല. ആ വിലയിൽ നിന്നെ വിലയ്ക്ക് വാങ്ങിയപ്പോ ആ വിലയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ കടന്നു പോകുന്ന ഏതെങ്കിലും മേഖലകൾ നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നിനക്ക് ഏറ്റു പറയാനുള്ള ഒരു അവസരം കർത്താവ് തരിക. കുമ്പസാരക്കൂട്ടില് വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞ വാക്ക്, പിതാവായ ദൈവം കുമ്പസാരക്കൂട്ടില് പുരോഹിതന്റെ പുറകില് കൈവിരിച്ചു നിൽക്കുക. വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞ വാക്ക്, വീണാൽ അപ്പോൾ തന്നെ എഴുന്നേക്ക്, നിന്റെ വിലയെ നീ കൂട്ട്. നിന്റെ വില നഷ്ടപ്പെടുത്തുന്ന പന്നിക്കൂട്ടിൽ കിടന്നുകൊണ്ട് കടന്നു പോകാനുള്ളതല്ല നിന്റെ വില. അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് വിലയുള്ളതായി അപ്പന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ, അപ്പാ നിന്റെ മുമ്പിൽ സ്വർഗത്തിന് മുമ്പിൽ ഞാൻ പാപം ചെയ്തു പോയെന്ന് ശങ്കത്തടിച്ച് നീ പറയുമ്പോഴുണ്ടല്ലോ, നിനക്ക് പുത്തൻ വസ്ത്രം നൽകി, പുത്തൻ ചെരുപ്പുകൾ നൽകി, മോതിരങ്ങൾ അടിയിച്ച് നിന്നെ കർത്താവ് വിലയുള്ളവനാക്കി മാറ്റും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാതുകളിലൂടെ കേട്ട അശ്ലീലങ്ങൾ നമ്മൾ യുവാക്കളുടെ ഇടയിൽ ഏറ്റവും മനോഹരമായി കിട്ടുന്നൊരു സാധനം, ആസക്തികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇന്ന് നമുക്കെല്ലാവർക്കും മനോഹരമായി ആസക്തികളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പരസംഗം. വിവാഹം കഴിക്കാതെ രണ്ടുപേർ തമ്മിലുള്ള ലിവിങ് ടുഗദർ. ഇന്ന് നമ്മുടെ യുവതി തലമുറകളിലെ ജെൻസിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മനോഹരമായ ആചാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ ലിവിങ് ടുഗദർ. ആരുമായി ഒരു ബന്ധ ഉടമ്പടിയില്ല. എപ്പോ വേണമെങ്കിലും കടന്നു പോകാം, എപ്പോ വേണമെങ്കിലും എന്തും ചെയ്യാമെന്നുള്ള മോഹത്തോടു കൂടെ ജീവിക്കുന്നു. ശാരീരികമായ ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ജീവിതം ജീവിച്ച് അവസാനം ആ ജീവിതം നശിപ്പിച്ച് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന യുവതലമുറകൾ ഇന്ന് വില നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വില നഷ്ടപ്പെടുത്തിയതാര്? എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയങ്ങളിൽ ഉണ്ടായ ചില പാപ സാഹചര്യങ്ങൾ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഹോസിയയുടെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർക്ക് ഭക്ഷിക്കും, തൃപ്തരാകില്ല, പരസംഗം ചെയ്യും, പെരുകുകയില്ല. കാരണം വ്യഭിചാരത്തിൽ മുഴുകാനായി അവർ കർത്താവിനെ പരിത്യജിച്ചു. അവര് മറന്നു,
അവർ ക്രിസ്തുവിന്റെ ആലയത്തെ മറന്നുപോയി. ദൈവം വസിക്കുന്ന ദേവാലയത്തെ അവർ മലിനപ്പെടുത്തി, ക്രിസ്തുവിനെ തരം താഴ്ത്തി, ദൈവത്തിന്റെ ആലയമാക്കി മാറ്റിയ ദൈവത്തിന്റെ ആലയത്തെ പന്നികൾ ചേർന്ന അവസ്ഥയിലേക്ക് മാറ്റി. പറഞ്ഞ പരസംഗത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ തലമുറകളല്ലേ, ഒരു കുഴപ്പമില്ല, കല്യാണത്തിന് മുമ്പ് എന്തും തോന്നിയവാസവും ഞങ്ങൾക്ക് ചെയ്യാം, ഇത് ആരുടെ മുമ്പിൽ? ഇത് ഞങ്ങളുടെ അവകാശമാണ് പറയുന്നവരുടെ, ഇത് ഞങ്ങളുടെ ഫ്രീഡമാ. ഫ്രീഡം ശരിയാ, ഇത് നിങ്ങളുടെ ഫ്രീഡം. ഈ ഫ്രീഡത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വരാൻ ആഗ്രഹിക്കുന്ന ചില മേഖലകളുണ്ട്. അത് മാറണമെങ്കിൽ നിങ്ങളുടെ വില എന്താണെന്ന് നിങ്ങൾ അറിയാം. നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നോ അതാണ് നിങ്ങളുടെ വില. നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വില ഉന്നതമാകും. ക്രിസ്തുവിനെ മറന്നുകൊണ്ട് പിശാചിന്റെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയ്ക്ക് നിങ്ങൾ തന്നെ ഉത്തരവാദിയായി മാറുകയാണ്. അടുത്തിരിക്കുന്ന റുബുഷേക്കിനോട് പറഞ്ഞേ ഹല്ലേലൂയ. സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാം. മക്കൾ, നിങ്ങൾ തിരഞ്ഞെടുത്തോ. ഇവിടെ ഇരിക്കുന്ന ഒരു ബ്രദറും അല്ലെങ്കിൽ ഒരു സിസ്റ്ററും ഒരച്ഛന്മാരും നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിർബന്ധിച്ച് നിങ്ങളെ മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ഏതും തോട്ടത്തിലും ചെയ്ത് അത് തന്നെയല്ലേ? ഹല്ലേലൂയ. ആദവും ഹവ്വയും ആപ്പിള് പറിക്കുന്നത് കർത്താവ് കണ്ടില്ലായിരുന്നോ? കണ്ടായിരുന്നു. ആ സമയത്ത് കർത്താവ് ഇറങ്ങി വന്നിട്ട് അവളുടെ ചെകിട്ടത്തൊരു അടി കുടിച്ചേടി പൊട്ടിപ്പണ്ണ്, നിന്നോടല്ലേ പറഞ്ഞത് കഴിക്കണ്ട എന്ന് കർത്താവിന് പറയായിരുന്നു. എന്താ പറയാത്തെ? നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം കടന്നു പോകുമ്പോൾ 10-ാമത്തെ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മനോഹരമായി കർത്താവ് പറയുന്നുണ്ട്. മോശയിലൂടെ പറയുന്നു, ഈജിപ്ത് ജനത്തോട് പറയുന്നു, ഇതാ നിന്റെ മുമ്പിൽ സ്വർഗവും നരകവും വെച്ചിട്ടുണ്ട്, അനുഗ്രഹവും ശാപവും വെച്ചിട്ടുണ്ട്, ജീവനും മരണവും വെച്ചിട്ടുണ്ട്. ഏത് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഹല്ലേലൂയ. തീരുമാനം നിങ്ങളുടെയാ. എന്നിട്ട് അവസാനം ഒരു അടിവര ഇടുന്നുണ്ട്, നല്ലതിന് വേണ്ടി നിങ്ങൾ ജീവൻ തിരഞ്ഞെടുക്കുക. കണ്ടോ? തിരഞ്ഞെടുത്തോ, നിർബന്ധിക്കുന്നില്ല. ഇവിടെ നടക്കുന്ന ഒരു ക്ലാസ്സും നിങ്ങളെ നിർബന്ധിപ്പിക്കില്ല. നിങ്ങളെ മാറാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം വരണം. അവിടെയാണ് മാറ്റം. അടുത്തിരിക്കുന്നവർക്ക് ഷേഖനോട് പറഞ്ഞേ ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 32-ാമത്തെ വാക്യം പറയുന്നു, വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല, അവൻ തന്നെ നശിപ്പിക്കുക. സുബോധമില്ലെന്നേ. പിശാചിന്റെ അടിമത്വത്തിൽ കിടക്കുന്നവരാ. അവന്റെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാ, അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ അവന്റെ കൈകളിലാ. അതുകൊണ്ട് ഇന്ന് പരസംഗത്തിലൂടെ, വ്യഭിചാരത്തിലൂടെ, സ്വവർഗരതിയിലൂടെ ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിന് കാഴ്ചവെക്കേണ്ട എൻ്റെ ശരീരത്തെ ഞാൻ പിശാചിന് കാഴ്ചവെച്ചുകൊണ്ട് കടന്നു പോകുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ വില നഷ്ടപ്പെടുന്ന കാര്യമാണ് പറയണേ. ഈ വില ഇന്ന് കൂട്ടണം. അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രേമബന്ധങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, ഇന്നത്തെ പ്രേമബന്ധം എവിടെയാ? നിൽക്കുന്നത്? ഇഷ്ടപ്പെട്ടു ഒരു മെസ്സേജ് ഇട്ടാൽ നെക്സ്റ്റ് ശരീരത്തിന്റെ മേൽ അധികാരം ഏറ്റെടുക്കും. ഹല്ലേലൂയ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് ശരീരം പങ്കുവെക്കുന്നതിലേക്ക് എത്തുന്നത്. നിന്നെ ഒരുത്തൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നിന്റെ ശരീരത്തിൽ തൊടില്ല. നിന്റെ ശരീരത്തിൽ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അവന് നിന്നോട് ആത്മാർത്ഥതയില്ല. നിന്റെ ശരീരത്തിന്റെ മേലെ ഏതെങ്കിലും ഒരുത്തി കടന്നു വന്ന് അവകാശം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അവക്ക് നിന്റെ മേലെ ഒരു സ്നേഹവുമില്ല. നിന്റെ ശരീരത്തിനോട് ആഗ്രഹം. യഥാർത്ഥമായി സ്നേഹമുള്ളവർ ശരീരത്തിന്റെ പിന്നാലെ പോവില്ലെന്നേ. ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് പ്രേമം കഴിഞ്ഞാൽ നേരെ അടുത്ത് ശരീരം പങ്കുവെക്കല. പാപകരമായ ജീവിതത്തിലൂടെ കടന്നുപോയി നമ്മൾ പാപത്തിന്റെ ചെളിക്കുഴിയിൽ വീണ്, വ്യഭിചാരത്തിന്റെ ചെളിക്കുഴിയിൽ വീണ് നമ്മൾ നെട്ടോട്ടം ഓടുകയാണ്. എന്നിട്ട് ആ ശരീരത്തിന്റെ മേൽ സുഖം അവന് നേടിക്കഴിഞ്ഞാൽ അവൻ വിട്ടിട്ട് അടുത്ത വേറൊരുത്തന്റെ പിന്നാലെ പോകുന്നു. അവൾ വേറൊരുത്തന്റെ പിന്നാലെ പോകുന്നു. അവൻ വേറൊരുത്തന്റെ പിന്നാലെ പോകുന്നു. എൻ്റെ ശരീരത്തിന്റെ വില നഷ്ടപ്പെടുത്തുക. വലതുകരം ഉയർത്തി പറയാമോ ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ ഒരു വേദനയുണ്ടെങ്കിൽ മക്കളെ, ആ വേദന മാറ്റാണ് കർത്താവ് പറയുന്നത്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായി പറയുന്നത്, 1 കൊരിന്ത്യർ 6-18 വാക്യം, വ്യഭിചാരത്തിൽ നിന്നും ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. അവൻ ശരീരത്തെ നശിപ്പിക്കുന്നു, ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നു, ദേവാലയത്തെ തകർക്കുന്നു, ദൈവത്തെ നിന്നിൽ നിന്ന് അകറ്റുന്നു. പിശാച് നിന്റെ മേൽ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന കൃപകളെ തകിടം മറിക്കുവാൻ പിശാച് നിന്റെ ശരീരത്തിന്റെ ആലയത്തെ തന്നെ ആദ്യം നോട്ടമിടുക. അതാണ് പിശാച് ചെയ്ത ഒന്നാമത്തെ മേഖല. വലതുകരം ഉയർത്തി പറയാമോ ഹല്ലേലൂയ? സ്വരമുയർത്തി പറയേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിന്റെ വില കൂടണം. നിന്റെ പേരെന്തെന്ന് ചോദിക്കുമ്പോൾ ഈ പേര് പറയുന്നതിന് മുമ്പ് നിന്റെ ഉള്ളിൽ വരാനുള്ള ചിന്തകളാണ് ഞാൻ പറയണം. നിന്റെ പേരെന്താ മോളെ? നിന്റെ പേരെന്ത്? എൻ്റെ പേര് ജിനു എന്ന് പറയുമ്പോൾ ഈ ജിനു ആര്? അതാ ചോദ്യം, അതാ എൻ്റെ ചോദ്യം. നിന്റെ പേരെന്ത്? എൻ്റെ പേരിതാ. എന്നാൽ എൻ്റെ പേരിന് യോജിച്ച വിധത്തിലുള്ള ജീവിതം ഞാൻ ജീവിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ഇടവകയിൽ, എൻ്റെ സഭയിൽ? അതാണ് ഇന്നത്തെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് കിട്ടണേ. എൻ്റെ പേര് നഷ്ടപ്പെട്ടത് എവിടെ? എൻ്റെ ചിന്തകൾ മാറി പാപകരമായ ജീവിതത്തിലൂടെ, പരസംഗത്തിലൂടെ, വ്യഭിചാരത്തിലൂടെ എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുമ്പോൾ എൻ്റെ പേര് നഷ്ടപ്പെടുന്നു. നീ കുമ്പസാരം കഴിഞ്ഞ് നിന്റെ പാപങ്ങൾ ഒന്നുപോലും മറച്ചു വെക്കാതെ നീ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് കടന്നു വാ. അപ്പാ എൻ്റെ പേര് ഇതാ. ഒരു സമയമുണ്ടല്ലോ മോനെ, നിന്നെ കർത്താവ് പറയും, ഇന്നു മുതൽ ഞാൻ നിന്നെ ഇതല്ല വിളിക്കാൻ പോണേ, നിന്റെ പുതിയൊരു പേര് നൽകാൻ പോവാ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വരുന്ന, ഹൃദയത്തിൽ നിന്ന് വരുന്ന മോഷണം. എഫേസ്യർ 4:28, മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്, അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. ഇന്ന് യുവതിയുവാക്കളുടെ ഇടയിൽ കടന്നു വരുന്ന ഏറ്റവും മോശമായ ഒരു അവസ്ഥയാ. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടെ എങ്ങനെയും വഴിവിട്ട ജീവിതത്തിൽ സമ്പാദിക്കണമെന്ന ആഗ്രഹത്തോടെ മോഷണം. വഴിവിട്ട ജീവിതത്തിൽ സമ്പാദിക്കണം. അതിന് ദൈവത്തിനോട് മുമ്പിൽ എനിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. എനിക്ക് ഐ ഡോണ്ട് കെയർ, ബിക്കോസ് എനിക്ക് സമ്പാദിക്കണം. അവനെ പോലെ അവന്റെ കയ്യിലുള്ളത്, അവന്റെ എന്താ പറയുന്ന, അവൻ ഇട്ടിരിക്കുന്നത്, അവൾ ഉപയോഗിക്കുന്നത് എനിക്ക് വേണം. അതുകൊണ്ട് വഴിവിട്ട ഏത് ബന്ധവും എനിക്ക് ജീവിക്കാൻ എനിക്കൊരു മടിയുമില്ല. വലതുകരം ഉയർത്തി പറയേ ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ അവരുടെ സമ്പത്തിനെ നമ്മൾ മോഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന മേഖലകൾ മോഷണമാണ്. അപ്പൻ അധ്വാനിച്ച് കൊണ്ടുവച്ചിരുന്ന ആ പൈസ അപ്പനോട് പോലും അനുവാദം ചോദിക്കാതെ എടുത്തുകൊണ്ടു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇത് ജീവിതം, നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതാണ്. ഗെയിമുകൾ കളിച്ചുകൊണ്ട് അപ്പന്റെയും അമ്മയുടെയും അക്കൗണ്ടുകളിൽ നിന്നും അവര് പോലും അറിയാതെ ഓൺലൈൻ ഗെയിമുകളിലൂടെ നിങ്ങൾ കടന്നുപോയി ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ സമ്പത്തിനെ നഷ്ടപ്പെടുത്തിയോ? പാപമാ. നിങ്ങളുടെ വിലയെ നിങ്ങൾ നഷ്ടപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ദൈവം നൽകുന്ന കൃപകളെ മറന്നുകൊണ്ട്, വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വികാരം കൊണ്ട്, വിചാരം കൊണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവത്തെ മറന്നുകൊണ്ട് ഏതെങ്കിലും പാപ സാഹചര്യങ്ങളിൽ നീ വീണു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നെ വിളിക്കുന്ന വാക്ക് ഇത്രയേ ഉള്ളൂ, മകനെ നിന്റെ വില കൂട്ട്. നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് പുത്തൻ പേര് നൽകാൻ പോകുക. മാമോദീസയിൽ നിനക്ക് നൽകിയതുപോലെയല്ല, അതിനേക്കാളും ഉന്നതമായ ഒരു പേര് നൽകാൻ പോവുക. യാക്കോബിനെ വിളിച്ച പേര്, യാക്കോബ് എന്നതിന്റെ പേര് ഞാൻ മാറ്റുക. ഇന്നു മുതൽ ഇസ്രായേലേ എന്ന് ഞാൻ നൽകും. അത് അത്ര മനോഹരമായ ആ പേര് മാറ്റുന്നുണ്ടെങ്കിൽ ആ പേര് അവന് ഉത്തരം കൊടുത്തത് കൊണ്ട് അവൻ ഉള്ളിലേക്ക് ഇറങ്ങി അവന്റെ പേര് മാറ്റി പറഞ്ഞവനാവൻ. സഹോദരന്റെ അവകാശം തട്ടിപ്പറിച്ചവനാവൻ, സഹോദരനെ വഞ്ചിച്ചവനാവൻ, അപ്പനെ വഞ്ചിച്ചവനാവൻ. അങ്ങനെ കടന്നുപോയവൻ തിരിച്ചു വന്നപ്പോ കർത്താവ് ചോദിച്ചു, നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോഴാ അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നത്, ഞാൻ ഇന്നനാ.
ഇന്ന് നിങ്ങളുടെ മുമ്പിലും ഈ ചോദ്യത്തിനുള്ള ഉത്തരം വരണം എൻ്റെ മക്കളെ. നീ ആര്? നിന്റെ അപ്പൻ്റെ മുമ്പിൽ, നിന്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ നീ ആര്? നിന്റെ ഹൃദയത്തിൽ നീ ആര്? നിന്റെ മനസാക്ഷിക്ക് മുമ്പ് നീ ആര്? നിന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായ ഒരു ജീവിതമാണോ നീ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കും? ക്രിസ്തുവിനെ മറന്നുകൊണ്ട് പാപകരമായ ജീവിതത്തിലേക്ക് വഴികിടന്ന് നിന്റെ പാപത്തിന്റെ ഹൃദയത്തിലേക്ക് താലോലിച്ചുകൊണ്ട് നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിന്റെ വില നഷ്ടപ്പെട്ടു പോകും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതാ പറഞ്ഞ യാക്കോബിന്റെ സുവിശേഷം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം പറയുന്നു, നീതിമാൻ നിങ്ങളെ എതിർക്കുന്നില്ല, എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. നീതിമാൻ നിന്നെ എതിർക്കുന്നില്ല, എന്നിട്ടും നിങ്ങൾ അവനെ കൊല്ലുന്നു, കല്ലെറിയുന്നു. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലോ കടന്നു പോയിട്ടുണ്ടോ? പരിശോധിക്കും. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ മോശമായി വേദനിപ്പിച്ച ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. നിന്റെ വില കൂടാൻ പോവാ. നിന്റെ അപ്പനെ നീ വില കുറച്ച് കണ്ട സാഹചര്യമുണ്ടോ? ചിന്തിക്ക്. നിന്റെ അമ്മയ്ക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് അമ്മയെ മാറ്റി നിർത്തിയ സാഹചര്യമുണ്ടോ? ചിന്തിക്ക്. 9 മാസം 9 ദിവസം 9 നാഴിക നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ കിടന്നപ്പോ ഇരുളിൽ കിടന്ന ഒരു ഒരു രൂപരേഖ ഇല്ലാതെ നീ കിടന്നേ. അപ്പോഴും നിന്റെ അപ്പനും അമ്മയും നിന്നെ പ്രാണനോട് ചേർത്തു. 3 പേര് നിന്നെ സ്നേഹിച്ചു. ഒന്ന് നിന്റെ അമ്മ, നിന്നൊന്ന് അപ്പൻ, മൂന്നാമത്തത് കർത്താവ്. നീ ജനിച്ചപ്പോഴാണ് നിന്റെ മുഖസൗന്ദര്യം നാട്ടുകാരെ കാണാൻ തുടങ്ങി. ഇന്ന് മുഖസൗന്ദര്യം കണ്ടപ്പോൾ നാളെ ഒരുത്തം വന്നിട്ട് എന്താ രാമനോ രവിയോ മുഹമ്മദോ കടന്നു വന്നിട്ട് നിനക്കൊരു മെസ്സേജ് ഇടുമ്പോൾ അവൻ്റെ പിന്നാലെ കടന്നുപോയി ജീവിതം തീർക്കാണ്. നിന്റെ മുഖം കണ്ടുകൊണ്ടാ. എന്നാൽ നിന്റെ മുഖം കാണാതെ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ നീ എന്താണെന്ന് പോലും അറിയാതെ ഒരു തവള കുഞ്ഞിനെ പോലെ കിടന്നപ്പോ നിന്നെ സ്നേഹിച്ച 3 പേരുണ്ട് ഈ ഭൂമിയിൽ. നീ ഇന്ന് ഫെയർനെസ് ക്രീമൊക്കെ ഇട്ടിട്ട് മനോഹരമായി നടക്കുന്നുണ്ടല്ലോ. ഏറ്റവും വലിയ ഫെയർനെസ് ക്രീം ഏതെന്നറിയാം? ഏതാ ഫെയർനെസ് ക്രീം ഇട്ടിരിക്കുന്നവരോ? അവിടെ ഇരിക്കുന്നവരോ? ഏതാ വില കൂടിയതൊക്കെ നമ്മൾ ഉപയോഗിക്കും? ഏറ്റവും വലിയ ഫെയർനെസ് ക്രീം ഏതെന്നറിയാം? അപ്പൻ്റെ വിയർപ്പും അമ്മയുടെ സഹനവും. അപ്പൻ്റെ വിയർപ്പും അമ്മയുടെ സഹനവും ചേർത്തിണക്കിയ ഒരു ഫെയർനെസ് ക്രീമാ നീ നിട്ട് മനോഹരമായി ഇവിടെ ഇരിക്കണേ. എന്നിട്ട് അവരെ വേദനിപ്പിച്ച്, അവരെ കണ്ണീര് കുടിപ്പിച്ച്, അവരെ നിരാശയിൽ നിർത്തിക്കൊണ്ട് ഞാനിങ്ങനെ കൊട്ടിഘോഷിച്ചാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ മക്കളെ. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയാ. കേൾക്കുന്നില്ല? സ്വരമുയർത്തി പറയേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മറ്റുള്ളവരെ വെറുക്കാൻ, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ, മറ്റുള്ളവരെ ദുഷിച്ചുകൊണ്ട് പറയാൻ, ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ പരിശോധിക്കാൻ മേഖലയാ. നിന്റെ ജീവിതത്തെ തകർക്കുന്ന, നീ ജീവിതത്തെ തകർത്തുകൊണ്ട് പാപകരമായ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിന്റെ പേരിന് യോജിച്ച വിധത്തിലല്ല നീ കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. യുദ്ധത്തിന്റെ അടുത്ത പ്രശ്നമാണ് ദുരാഗ്രഹം. പ്രഭാഷകന്റെ പുസ്തകം 14-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അദ്രാഗിയുടെ കണ്ണ് തന്റെ ഓഗ്രഹിക്ക് കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല, ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഭമാണ്. ഹല്ലേലൂയ. പറയുന്നു ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി. ഇതെൻ്റെ ജീവിതത്തിൽ ദുരാഗ്രഹം നമ്മുടെ ഉള്ളിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്ന് തൃപ്തിപ്പെടാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ ദുരാഗ്രഹം ഒന്നിനു പുറകെ ഒന്നൊന്നായി ദുരാഗ്രഹത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരും? ആഗ്രഹങ്ങളിൽ നിന്നും ദുരാഗ്രഹങ്ങളിലേക്ക് മാറുകയാണ്. പാപകരമായ ജീവിതത്തിലേക്ക് കടന്നുപോയി ഈ ഒരു ദുരാഗ്രഹം കടന്നു വരുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തൃപ്തിയില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ദുരാഗ്രഹമായി. ഞാൻ നിന്ന സ്ഥലം എൻ്റെ വിലയെ നിശ്ചയിച്ചു. എൻ്റെ വില എന്നെ മലിനപ്പെടുത്തി. ഇവിടെ നിന്നപ്പോൾ എനിക്കൊരു വിലയുണ്ടായിരുന്നു, എന്നാൽ ഇവിടെ വന്നപ്പോൾ എൻ്റെ വില പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളയെ പോലെയായി. അടുത്തിരിക്കുന്ന ഒരു ക്ഷേക്കനെടുത്തുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയാ. അത് പറഞ്ഞ നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾ എവിടെ? നിങ്ങൾ നിൽക്കുന്ന ഏരിയകളെ പരിശോധിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ആ ഏരിയയിൽ നിങ്ങൾ എത്രമാത്രം മനോഹരമാണെന്ന് ചിന്തിക്കാനുള്ള ഏറ്റവും വിലപ്പെട്ട സമയം അത് നിങ്ങൾ ഏറ്റെടുക്കാൻ. നിങ്ങൾ നിൽക്കുന്നത് എവിടെ? പാപികളുടെ കൂട്ടത്തിലാണോ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലാണോ?
പാപികളുടെ കൂട്ടത്തിലാണെങ്കിൽ നിങ്ങളുടെ വില പോയി. വിശുദ്ധന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ നിങ്ങളുടെ വില ഉന്നതമാണ്. അടുത്തിരിക്കുന്നവർക്ക് ശേഖരനോടുത്തോണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കേൾക്കുന്നില്ല? സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യാത്രയില് നിങ്ങളുടെ ജീവിതം മനോഹരമായി മാറണമെങ്കിൽ ജോബിന്റെ പുസ്തകം 38-ാം അധ്യായം 19-ാമത്തെ വാക്യം പറയുന്നു, പ്രകാശത്തിന്റെ വസതിയിലേക്കുള്ള വഴി ഇത്, അന്ധകാരത്തിന്റെ പാർപ്പിടം എവിടെ? കർത്താവ് വ്യക്തമായി പ്രകാശത്തിന്റെ വസതിയിലേക്കുള്ള വഴി ഇവിടെയാ. അന്ധകാരത്തിന്റെ പാർപ്പിടത്തിന്റെ വഴി എവിടെ? കർത്താവ് ചോദിക്കുന്നു, എവിടെ? അത് നിങ്ങൾക്കറിയാമെങ്കിൽ ആ വാതിൽ അടയ്ക്ക്. പ്രകാശത്തിന്റെ വഴിയിലേക്ക് കർത്താവ് നിങ്ങളെ വിളിക്കുക. വില കൂട്ടാൻ, മനോഹരമായ ഒരു വില കൂട്ടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വലതുകരം ഉയർത്തി പറയാമോ ഹല്ലേലൂയ? സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഹുമാനം കൊടുക്കേണ്ടടുത്ത് ബഹുമാനം നീ കൊടുക്കാതിരിക്കുമ്പോൾ വില നഷ്ടപ്പെടുക. നിനക്ക് വേണ്ടി ജന്മം നൽകിയ മാതാപിതാക്കളെ നീ ബഹുമാനിക്കാതെ അവരെ വേദനിപ്പിക്കുമ്പോൾ ആ വേദനയുടെ കാരണത്താൽ നിന്റെ വില നഷ്ടപ്പെട്ടു. ഇന്നത്തെ കുമ്പസാരക്കൂട്ടിലേക്ക് ഏതെങ്കിലും വേദനകളുടെ കാരണങ്ങൾ, അപ്പനെയോ അമ്മയോ വേദനിപ്പിച്ച സാഹചര്യമുണ്ടെങ്കിൽ ഇതാ നിനക്ക് നിന്റെ വില കൂട്ടാൻ കുമ്പസാരക്കൂട്ടിൽ നിനക്കൊരു വിലയിടാനായിട്ട് ദൈവം കാത്തു നിൽപ്പുണ്ട്. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കേണ്ട ദിവസം പോലും ദേവാലയത്തിൽ പോലും പോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ട്യൂഷനുണ്ട്, എനിക്ക് ഇന്നയിടത്ത് പാർട്ടിയുണ്ട്, എനിക്ക് പോകാൻ പറ്റുന്നില്ല. സോറി ബ്രദർ, ഡോണ്ട് ഹാവ് ടൈം, ബിക്കോസ് എനിക്കൊരു പ്രോജക്റ്റ് തീർക്കാനുണ്ട്. ഹല്ലേലൂയ. എനിക്കിപ്പോൾ തീർക്കണം എൻ്റെ പ്രോജക്റ്റ്. പറ്റുന്നില്ല. എൻ്റെ കാമുകൻ എന്നെ വിളിച്ചു ഞായറാഴ്ച കറക്റ്റ് 9:30 നീ അവിടെ നിൽക്കണം, ഞാൻ ബൈക്ക് കൊണ്ട് കറങ്ങിയെത്തും, നീ കയറണം, നമുക്ക് കറങ്ങാം. ഹല്ലേലൂയ. വില പോയി. നിന്റെ വില ദേവാലയത്തിൽ കൂട്ടാനായി ഓരോ ഞായറാഴ്ചയും അർപ്പിക്കപ്പെടുന്ന ഒരു ബലിയുണ്ട്. വില കൂട്ടല. ഓരോ പ്രഭാതത്തിലും നിന്റെ വില കൂട്ടലാണ് അർപ്പിക്കപ്പെടുന്ന ബലിയിൽ. പക്ഷെ നീ ആ വില കൂട്ടാൻ പോകുന്നില്ല. വേണ്ട, ഞായറാഴ്ചയെങ്കിലും നിന്റെ വില കൂട്ടുന്നേ. അതുപോലും നിന്നെ കൊണ്ട് കൂട്ടാൻ പറ്റുന്നില്ല. നഷ്ടപ്പെടുത്തുക. പാപകരമായ ജീവിതത്തിൽ കണ്ണുകൊണ്ട് നോക്കുക, കാതുകൊണ്ട് കേൾക്കുക, കൈകൊണ്ട് സ്പർശിച്ചത് നീ പാപകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയി. ഇന്ന് നീ മ്ലേച്ഛമായ ജീവിത രീതികളിൽ നീ ജീവിച്ച് നിന്റെ ശരീരത്തെ സുഖിപ്പിക്കാൻ, ഒറ്റ വാക്കില് ശരീരത്തെ സുഖിപ്പിക്കാൻ നീ ഓടുന്ന ഓട്ടങ്ങൾ നിന്റെ വിലയെ നഷ്ടപ്പെടുത്തി. നമ്മൾ ഓടുന്നത് എന്തിനാ? നിസ്സാരമായ മേഖലകൾക്ക് എന്തിനാ ഓടുന്നത്? ശരീരത്തിന്റെ സുഖത്തിനാ. സ്വയംഭോഗം ശരീരത്തിന്റെ സുഖത്തിനല്ലേ? ബ്ലൂ ഫിലിം കാണുന്നത് ശരീരത്തിന്റെ സുഖത്തിനല്ലേ? കാമുകനുമായി കറങ്ങി നടക്കുന്നത് ശരീരത്തിന്റെ സുഖത്തിനല്ലേ? മദ്യപിക്കുന്നത് ശരീരത്തിന്റെ സുഖത്തിനല്ലേ? പുകവലിയും കഞ്ചാവും അടിക്കുന്നത് ശരീരത്തിന്റെ സുഖത്തിനല്ലേ? ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. എന്റെ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയാണ് നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു കുർബാനയ്ക്ക് പോയിട്ടുള്ള ഒരു കൈ ഉയർത്തി പിടിച്ചൊന്ന് കാണാൻ. നിങ്ങളുടെ ഇടവക പള്ളിയിൽ ഞാൻ കുർബാനയിൽ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളവർ കൈ ഉയർത്തി പിടിക്കുക. എടാ, ഞാൻ പറഞ്ഞ മലയാളം മനസ്സിലായില്ല? ഉയർത്തി പിടിക്കുക. ഇപ്പോഴും മനസ്സിലായില്ല ചിലപ്പോൾ. അങ്ങനെയുണ്ടോ നിങ്ങളുടെ ദേവാലയം? ഒരൊറ്റ ചോദ്യം, നിങ്ങളുടെ ദേവാലയത്തിൽ ആരാ ഈ ദേവാലയം നിർമ്മിച്ചേ? അതോ അറിയില്ലേ? നിങ്ങളുടെ ഇടവക പള്ളി ഉണ്ടാക്കിയതാരാ? ഈശോയോ? ആരാ? ആരാ? ആ മേസ്ത്രിയും കണ്ടക്ടറും എഞ്ചിനീയർ വന്ന് പണിതു ആണോ? ആണോ? നിങ്ങൾ ഷെയറിട്ട് പണിതു ആണോ? ഞാൻ പോയിന്റ്, നിങ്ങൾ പോയിന്റിലേക്ക് പോകും. ആണോ അല്ലയോ? എന്തിനു വേണ്ടിയാ പണിത്? കേട്ടില്ല? ഡാൻസ് കളിക്കാൻ? എന്തിനാ? പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ. ശ്രദ്ധിക്കുക, അടുത്ത പോയില്ല. ദൈവത്തെ ആരാധിക്കാൻ. ഈ ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ നിർമ്മിച്ച മനുഷ്യനിർമ്മിതമായ ഈ ദേവാലയത്തിൽ ഒരു ദിവസം, നിങ്ങൾ KCM ജീസസ് യൂത്തിലേക്ക് ഉള്ളവരാണോ? ഉണ്ട്. നിങ്ങൾ പള്ളി കാര്യങ്ങളായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുക. ഒരു ദിവസം നിങ്ങളുടെ
ഇടവക പള്ളിയിൽ 2 പേര് ഒരു ഫുൾ ബോട്ടിലൊക്കെ എടുത്ത് കള്ളും കുപ്പിയും എടുത്ത് ദേവാലയത്തിൻ്റെ നോട്ട് സെൻറ്ററിൽ ഇരുന്ന് ഒരു 4-5 പേര് വട്ടം ഇരുന്ന് മദ്യപിക്കുക. നിങ്ങൾ പള്ളിയിൽ പോയി ഒന്ന് ശാന്തമായി പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക, ശാന്തമായി പ്രാർത്ഥിക്കാം. ഇത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? എടാ എനിക്കും കൂടെ താടാ ഒരു ഷെയർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ? സിമ്പിൾ ചോദ്യം. ഇറക്കി വിട്ട് പോയില്ലെങ്കിലും ഇവിടെ പറ്റത്തില്ല, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അവധി കേട്ടില്ലെങ്കിലോ? ഇതാണ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും എന്ന് പറയും. എന്ത് ചെയ്യും നിങ്ങൾ? എന്നടാ മോനെ അടിച്ചിറക്കും. അതാണ് ഒരു വിശ്വാസി. അടിച്ചിറക്കും. ഇതെന്റെ ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമാണ്. ആണോ? നമ്മൾ വന്നാൽ എന്ത് ചെയ്യും? ചവിട്ടി ഓടിക്കും. അതാണ് പവർ അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? അടുത്ത ചോദ്യം. ദൈവത്തിൻ്റെ ആലയമായി മാറിയ ദൈവത്തിൻ്റെ ആലയമേ, ദൈവത്തിൻ്റെ ദേവാലയമേ, നിങ്ങളുടെ ഉള്ളിൽ മദ്യപിക്കുകയും വ്യഭിചാരം ചെയ്യുകയും ചെയ്താൽ കർത്താവ് നിങ്ങളെ എന്തു ചെയ്യണം? നിങ്ങൾക്ക് നമ്മൾ നിർമ്മിച്ച ദേവാലയത്തിൽ മദ്യപിച്ചപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റണില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ദേവാലയമാണ് നമ്മൾ ഓരോരുത്തരും. അതിന് സംശയമില്ല ഉണ്ടോ? ക്രിസ്തുവിൻ്റെ ദേവാലയമാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഈ ദേവാലയത്തിൽ പാപകരമായ ജീവിത രീതികൾ, മദ്യപിച്ചും വ്യഭിചാരം ചെയ്തും ഉന്മത്തനായി ഞാൻ പാപത്തിൻ്റെ ചെളിക്കുടിയിൽ വീണ് കിടന്നാൽ ക്രിസ്തു എന്ത് ചെയ്യണം? ഉത്തരം നിങ്ങളോട്. എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അത് കർത്താവേ, മറ്റതിലേറെയല്ല, ഇത് ഉള്ളിലല്ലേ, ആരും കാണുന്നില്ലല്ലോ. ഹല്ലേലൂയ. എല്ലാം കാണുന്നൊരു ദൈവം നിന്റെ മുമ്പിലുണ്ട്. മക്കളെ, നിന്റെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കർത്താവ് കുമ്പസാരക്കൂട്ടിലിരിപ്പുണ്ട്. നിന്റെ പാപത്തെ പൂർണ്ണമായും കഴുകി വിശുദ്ധീകരിക്കാൻ ഒരു ദൈവം കുമ്പസാരക്കൂട്ടിലിരിപ്പുണ്ട്. നിന്റെ മ്ലേച്ഛമായ പാപങ്ങളെ വിശുദ്ധീകരിക്കാൻ കർത്താവ് കുമ്പസാരക്കൂട്ടിൽ. കർത്താവ് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നീ കർത്താവിന്റെ മുമ്പിൽ ഏറ്റുപറയാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ഏറ്റുപറയാൻ തയ്യാറായാൽ, അതാണ് ഇവിടെ ഉള്ളത്. ഏറ്റുപറയാൻ തയ്യാറായാൽ, ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വ്യാജം കൊണ്ടുള്ള വെള്ളപൂശലല്ല കുമ്പസാരക്കൂട്ടിൽ വേണ്ടത്. അത് വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യാജം കൊണ്ടുള്ള വെള്ളപൂശൽ കുമ്പസാരക്കൂട്ടിൽ വേണ്ട. ഉള്ളതുപോലെ നീ പറയാൻ തയ്യാറായാൽ മതി. അവിടെ ദൈവം ഇടപെടും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് ശേഖരം എടുത്തുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പേര് എന്ത്? അവസാനം നിൽക്കുകയാണ് ഞാൻ. നിന്റെ പേര് എന്ത്? അടുത്ത് നിൽക്കുന്ന ശേഖരൻ്റെ അടുത്തിരിക്കുന്ന ഒരു കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചേ, നിന്റെ പേര് എന്ത് എന്ന് ചോദിക്കേ. പേരൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. പേരെന്തെന്നേ ചോദിച്ചുള്ളൂ. ഈ പേരിന് യോജിച്ച വിധത്തിലാണോ നീ ജീവിക്കുന്നത്? അടുത്തൊന്നുകൂടെ ശേഖരൻ്റെ കൊടുത്തോണ്ട് ചോദിച്ചേ, നീ ആര്? ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഇന്ന് നീ കുമ്പസാരക്കൂട്ടിൽ പറയേണ്ടത്. ഹല്ലേലൂയ. ഇത് 2 നീ പറയുമ്പോഴുണ്ടല്ലോ നിന്റെ ജീവിതം മാറും. അപ്പോൾ അവൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, അവസാന വാക്ക്. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പേരിൻ്റെ ഒരു വിലയുണ്ടോ? നമ്മളെ പേരൊക്കെ നിസ്സാരമായിട്ട് റെസ്യൂമിലൊക്കെ നമ്മൾ എഴുതും. എൻ്റെ പേര് ഇന്നതാ, സിമ്പിളാണ് നമ്മൾ എഴുതുന്നത്. റെസ്യൂമിലൊക്കെ നമ്മുടെ പേരൊക്കെ എഴുതുമ്പോൾ ആരൊക്കെ പറഞ്ഞാൽ എൻ്റെ പേര് മൈ നെയിം. പക്ഷെ ഈ പേരെന്താണെന്ന് നീ അറിഞ്ഞാൽ
ആ പേരിനൊരു വാല്യൂ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞാൽ, ആ പേര് പറയുമ്പോൾ ഒരു വാല്യൂ കിട്ടുമെന്ന് നീ തിരിച്ചറിഞ്ഞാൽ അത് മാറും. അതാ കർത്താവ് എന്ന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്.